കുറേ നാൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. എന്തോ വീഡിയോ എടുക്കാനോ ഇടാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നിനൊരു മൂഡുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഇന്നും ഈ വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ നോർമലിൽ എടുത്തു പോയി എന്ന് മാത്രം കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി, ഇടാൻ ഇപ്പോഴും മനസ്സ് വരുന്നില്ല. ഇന്ന് എങ്ങനെയെങ്കിലും വോയിസ് ഓവർ ചെയ്തിടണം എന്ന് വിചാരിച്ചിടാണ് കേട്ടോ. ഈ സോഫ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കൊട്ടിയത്തുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ സോഫ നോക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഷിഫാനയുടെ വീട്ടിൽ കുറച്ച് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സോഫയൊക്കെ അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, പഴയ സോഫ പുതിയ സോഫയിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോഫയൊക്കെ അവർ ഓൺലൈനിൽ ഓൾറെഡി സംസാരിച്ച് വെച്ചിരുന്നു. നമ്മളതിൻ്റെ മെറ്റീരിയലും കളറും ഒക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ മെറ്റീരിയലും ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്യുന്നത് എൻ്റെ പുത്രനായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എല്ലാം A to Z പരിശോധിക്കുന്നുണ്ടായിരുന്നേ. എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് അവനെ പിടിച്ചു മാറ്റുക എന്നതായിരുന്നു എൻ്റെ ജോലി കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ അടിപൊളിയിൽ പിള്ളേർ നടക്കുന്ന കാണാനെന്നൊക്കെ. ചുമ്മാതാണ് കേട്ടോ, ഇത് വെറും തോന്നലാണേ. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് കേട്ടോ. ഒരു റെസ്റ്റും കിട്ടില്ല, ഇവരെ പിറക്കെ ഓടണം. അങ്ങനെ അവൻ പോകുന്ന മുക്കിലും മൂലയിലും ഈ കുഞ്ഞു കുഞ്ഞു വഴിയിലൂടെയൊക്കെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെ കുഞ്ഞ് ഗ്യാപ്പ് കാണുന്നു അതിലേക്കൂടെയൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നേ. എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഷിഫാനെ അനസക്കായും കൂടി ഭയങ്കര സംസാരം നടക്കുന്നുണ്ട്. കാര്യം ഓൺലൈൻ വഴിയാണല്ലോ ഇവർ ബുക്ക് ചെയ്തത്. അത് മാത്രമല്ല കളറ് ഫോൺ വഴി അയക്കുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഒരു 2 മണിക്കൂറെങ്കിലും നീണ്ടിട്ടുണ്ടായിരുന്നേ. ഈ 2 മണിക്കൂർ ഞാനും ഇവനും കൂട്ടിനും മല്ലയുദ്ധം തന്നെ ഇതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് TV യൂണിറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ എൻ്റെ പുത്രൻ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ വഴിയിലൂടെ നൂന്നിറങ്ങാം എന്നാണ് പിന്നുള്ള പരീക്ഷണം. ഇവിടുന്ന് ഞാൻ 2-3 വട്ടം പിടിച്ച് മാറ്റിയെങ്കിലും നടന്നില്ല കേട്ടോ. പിന്നെയും അവ അവിടെ തന്നെ ആയിരുന്നേ. ലാസ്റ്റ് ഞാനൊരു ചെയർ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് നേരം ആ ചെയറിൽ പിടിച്ചിരുത്തി കേട്ടോ. ആ ചെയർ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് കുലുങ്ങാനും ആടാനും കറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നേ. കുറച്ച് നേരം അതിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവനും റെസ്റ്റായി, ഞാനും റെസ്റ്റായി. ഞാനൊന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവനൊന്ന് ഓടാൻ തുടങ്ങും കേട്ടോ. കൂടുതലും പൊട്ടുന്ന സാധനമൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പൊട്ടുന്നതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2 കണ്ണല്ല 10 കണ്ണെങ്കിലും അവൻ്റെ പിറകെ വേണമായിരുന്നേ. ഞാൻ അതുകൊണ്ട് അവനെ തന്നെ നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് സോഫയൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്സ്റ്റേഴ്സിൽ പോയിട്ട് ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. എല്ലാത്തിനും ഓർഡർ കൊടുത്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാര്യം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്കാണ് വന്നത്. ബാക്കി വീഡിയോസൊക്കെ വരുന്ന ദിവസങ്ങളിൽ എൻ്റെ മൂഡ് കണക്കും എൻ്റെ ഇൻട്രസ്റ്റ് കണക്കും ഇടും കേട്ടോ. താങ്ക് യു.